ഗോൾഡിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് റേറ്റ് കൂടാനുള്ള കാരണം, ആരാണ് ഈ ഗോൾഡ് റേറ്റ് തീരുമാനിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിലൂടെ സംസാരിക്കുന്നത്. സ്വർണ്ണവില നിയന്ത്രണമില്ലാത്ത വിധം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കുന്നതും എന്നല്ല വ്യക്തമായ ഒരു ഉത്തരവും കിട്ടാത്ത ഒരു ചോദ്യമാണ്, ആരാണ് ഈ സ്വർണ്ണവില കൂട്ടുന്നത്? ഈ എല്ലാത്തിനു വേണ്ടി ഐ ആം ജോഡിൻ. ചുരുക്കി പറയുകയാണെങ്കിൽ ഗോൾഡ് റേറ്റ് നിരവധി കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് കൂടിയും കുറഞ്ഞും ഗോൾഡ് റേറ്റിൽ പ്രതിഫലിക്കപ്പെടുന്നത്. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗോൾഡ് റേറ്റ് നിർണ്ണയിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതുമായ പ്രധാന കാരണങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് വ്യവസ്ഥകളിൽ ഒന്നായ US ഡോളറിലാണ് ഗോൾഡ് റേറ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഡോളറിൻ്റെ മൂല്യത്തിലുള്ള മാറ്റങ്ങൾ ഗോൾഡ് റേറ്റിനെ നേരിട്ട് ബാധിക്കുന്നത്. ഡോളർ ദുർബലമാകുമ്പോൾ ഗോൾഡിന് ഡിമാൻഡ് കൂടുകയും വില കൂടുകയും ചെയ്യുന്നു. അതുപോലെ US സെൻട്രൽ ബാങ്കായ ഫെഡറൽ ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പോലുള്ള കാര്യങ്ങൾ ഗോൾഡ് റേറ്റ് കൂട്ടുന്നതിന് കാരണമാകാറുണ്ട്. ഇന്ത്യ, ചൈന പോലെ രാഷ്ട്രങ്ങൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഗോൾഡിന് ഡിമാൻഡ് കൂടാറുണ്ട്. മറ്റൊരു കാരണമാണ് ജിയോ പൊളിറ്റിക്കൽ അസ്ഥിരത എന്നുള്ളത്. യുദ്ധങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, രാഷ്ട്രീയ അസ്ഥിരത, കൊറോണ പോലുള്ള വ്യാധികൾ, ഇങ്ങനെ ആഗോളതലത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴും നിക്ഷേപകർ നിക്ഷേപമായി സ്വർണ്ണത്തിലേക്ക് മാറുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രഡിക്ഷൻ അനുസരിച്ച് ഒരു ഔൺസിന് $3700 ഉയരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2026 ആകുമ്പോൾ $4000 ആകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ടാക്സ് എല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു ഗ്രാമിന് 11,000 രൂപയ്ക്ക് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം സ്വർണ്ണവില കൂടാനുള്ള സാധ്യതകളും അനുമാനങ്ങളുമാണ്. ഇതുകൂടാതെ ഗോൾഡ് റേറ്റ് തീരുമാനിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതുപോലുള്ള ഗോൾഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എല്ലാമറ്റിലെന്നുള്ള ഈ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി അറിയിക്കുക.